Today we can go to our English text LITMOSPHERE, the world of literature, and this have module second, creative thinking and writing. It have the one short story, half a day. Niku Mahfouz, half a day. നമുക്ക് നിക്കു മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേ എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറി നോക്കാം. ഹാഫ് എ ഡേ ബൈ നിക്കു മഹ്ഫൂസ്. അപ്പം നമുക്ക് ഈ ഓഥറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. This is Niku Mahfouz. Introducing the author, the Egyptian writer Niku Mahfouz. അദ്ദേഹം ഈജിപ്ഷ്യൻ റൈറ്ററാണ് ആൻഡ് വാസ് ഫസ്റ്റ് അറബിക് റൈറ്റർ ഹു വാസ് awarded Nobel Prize for Literature. The novelist, short story writer, screenwriter, Mahfouz born in Cairo and worked in Egyptian civil service from 1934 to 1971. He started writing at the age of 17 and he published more than 30 novels. Rural Egypt was the setting of most of his work. He dealt with various themes like mysticism, philosophy, social change, colonialization, religion, and love. And he has also authored almost 35 short stories during his lifetime. His most famous work is the Cairo trilogy, which includes 3 novels: Cairo Palace Walk, Palace of Desire, Sugar Street. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് കെയറോ ട്രിലജിയാണ്. അതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എല്ലാം ഉള്ളത്. ദെൻ ഹിസ് സെവൻ ഹെവൻ ഹറിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വിച്ച് വർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. ഹി ഹാസ് സ്പെൻഡ് സെവറൽ പ്ലേസ് ടു ഇൻ ഹിസ് ലൈഫ് ആസ് എ റൈറ്റർ. ഒരു റൈറ്റർ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉടനീളം അദ്ദേഹം അറിയപ്പെട്ടത്. ഇത്രയും നമുക്ക് ഓഥറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. ദെൻ നമ്മുടെ ടെക്സ്റ്റ് ഷോർട്ട് സ്റ്റോറിയിൽ എന്താണെന്ന് നോക്കാം. ദ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് അറബിക്കിലാണ് 1989. ഇതിൻ്റെ ടൈറ്റിൽ വർക്കിൻ്റെ നെയിം ദ ഫാൾസ് ഡൗൺ എന്നാണ്. ദ വർക്ക് ടൈറ്റിൽ ദ ഫാൾസ് ഡൗൺ. In 1991, the story was published in the English short story collection, The Time and the Place. The short story was about Mahfouz's experiment with the form of content of his short stories. This allegory presents half a day a symbol for Indian life on an individual. ഇവിടെ ഒരു അലഗറിക്കൽ എന്ന രീതിയിലാണ് ഈ ഹാഫ് എ ഡേ എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറി എഴുതിയത്. ഈ ഹാഫ് എ ഡേ എന്നിലൂടെ അദ്ദേഹം ഒരു ജീവിതം ലൈഫ് സ്പാൻ മുഴുവനാണ് കാണിക്കുന്നത്. എൻ്റെ ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വലാണ് ഹാഫ് എ ഡേയിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഷോ ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ് ആൻഡ് പാസേജ് ഓഫ് ടൈം. ഹാഫ് എ ഡേ ക്യാൻ ഓൾസോ കൺസിഡർ കമ്മിങ് ഓഫ് ഏജ് എന്നും ഇതിനെ വേണമെങ്കിൽ പറയാം. ദ സ്റ്റോറി ഓതർ ടേസസ് ദ നെറേറ്റേഴ്സ് ലൈഫ് ഫ്രം ഹിസ് ടൈം ഓഫ് സ്കൂൾ ബോയ് ആൻഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഒരു സ്കൂൾ ബോയ് ആയി മുതൽ ഗ്രാൻഡ് ഫാദർ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാന് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് സ്റ്റോറി. 3 പേജസിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ലൈഫ് സൈക്കിൾ ഓഫ് ഹ്യൂമൻ ബീങ് മൊത്തം ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ടൈം പാസസ് ചെയ്യുന്നതും അതേപോലെ നെറേറ്റർ ഒരു സഡൻ ട്രാൻസ്ഫോർമേഷൻ യങ് ബോയ് ടു ഗ്രാൻഡ് ഫാദറായി മാറുന്നതും. ദെൻ ദ റൈറ്റർ പ്ലേസ് ഇൻ കൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് ഓൾസോ വിത്ത് ഹ്യൂമൻ സൈക്കോളജി ഇൻ ഹി നറേറ്റിംഗ് ഹിസ് സ്റ്റോറി. അപ്പോൾ ആദ്യം രാവിലെ ഒരു സ്മോൾ ബോയ് ആണ്, ഇവനെങ്കിലാകുമ്പോഴത്തേക്ക് ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിൽ നോക്കിയാൽ മനസ്സിലാകാം. ദ സ്റ്റോറി ഓൾസോ ലെറ്റ്സ് ദ ചേഞ്ചസ് ഹാപ്പൻ ഹിസ് ഹോംലാൻഡ് ഓർ ദ ഇയേഴ്സ് social, cultural, economic transformation too sudden overwhelming that many native people struggle to comprehend and adapt to it. ഈ ലൈഫ് സ്പാൻ ഹ്യൂമൻ ലൈഫ് സ്പാൻ എന്ന് കാണിക്കുമ്പോൾ ആ ജീവിതം മാറി മറിയുന്ന മാത്രമല്ല സോഷ്യലും കൾച്ചറും എക്കണോമിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും അദ്ദേഹം ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ കാണിക്കുന്നുണ്ട്. ദെൻ പാസ് ടു ദി ടെക്സ്റ്റ്. ഐ പ്രൊസീഡ് അലോngside മൈ ഫാദർ. ഐ മീൻസ് ദ റൈറ്റർ അല്ലേ. റൈറ്റർ എന്താണ്? പ്രൊസീഡഡ് alongside my father, clutching his right hand, running to cave with the long stride he was taking. അപ്പം അദ്ദേഹം ഈ റൈറ്റർ തൻ്റെ ഫാദറിൻ്റെ കൈ പിടിച്ച് ക്ലച്ചിങ് റൈറ്റ് ഹാൻഡിലെ മുറുക്കെ പിടിച്ചിങ്ങനെ റൺ ചെയ്യാണ്. ദ ലോങ് സ്ട്രൈഡ്സ് ഹി വാസ് ടേക്കിംഗ്. അപ്പോൾ സ്ട്രൈഡ്സ് ഒക്കെ കീപ്പ് ചെയ്തിങ്ങനെ അദ്ദേഹം നടന്നു പോവാണ്. ഓൾ മൈ ക്ലോത്ത്സ് വർ ന്യൂ. ദ ബ്ലാക്ക് ഷൂ. ഇതിൻ്റെ അപ്പിയറൻസ് ആണ് പറയുന്നത്. ക്ലോത്ത്സ് പുതിയതാണ്, ബ്ലാക്ക് ഷൂ ഉണ്ട്, ഗ്രീൻ സ്കൂൾ യൂണിഫോം ഉണ്ട്, റെഡ് ടാബുഷ് എന്നാണ് ഹാറ്റ് അല്ലേ, ഹാറ്റ് ഉണ്ട്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവർ വാസ് ഓൾ ടുഗദർ അൺമെയ്ഡ്. ഡ്രസ്സൊക്കെ പുതിയ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഇദ്ദേഹം എന്താണ്, ഹി വാസ് അൺമെയ്ഡ്. അൺമെയ്ഡ് മീൻസ് എന്താണ്,
അൺഹാപ്പിയിലെ ഒരു ഹാപ്പി ഫീലിംഗ് ഇല്ല. വാട്ട് വാസ് ദ റീസൺ? വി കൻ ലുക്ക് അറ്റ് ദിസ്. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം ഇങ്ങനെ പുതിയ ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് പോകുന്നത് എന്താണ്? ഒരു ഫീസ്റ്റിനൊന്നുമല്ല, വിരുന്നിന് പോവല്ല, അവിടെ പോവാണ് സ്കൂളിലേക്ക്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അതാണ് മുഖത്ത് ഇത്രയും ഒരു അൺഹാപ്പി ഫീലിംഗ് അദ്ദേഹത്തിന് കാണുന്നത്. ഡ്രസ്സും ഷൂ ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു അൺഹാപ്പി ആയിട്ടാണ് ഈ ഒരു കുട്ടി അല്ലേ. ഇപ്പോൾ പോയിറ്റ് ഇവിടെ പറയുന്നത് എന്താണ്? ഫസ്റ്റ് മോർണിംഗ് സെക്ഷൻ ഒരു ബോയ് ആയിട്ടാണ്, സ്കൂളിൽ പോകുന്നൊരു കുട്ടിയായിട്ടാണ്. സ്കൂൾ പോയിൻ്റെ മുഖത്ത് എന്താണ്? ഹാപ്പിനെസ് ഇല്ല. ഹി വാസ് അൺഹാപ്പി. നെക്സ്റ്റ്, മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അവർ പ്രോഗ്രസ്. അപ്പം അച്ഛനും മകനും ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് അമ്മ ഇങ്ങനെ വിൻഡോയിൽ കൂടെ നോക്കി കാണുന്നുണ്ട്. ഐ വുഡ് റൺ ടുവാർഡ്സ് ഹെർ ഫ്രം ടൈം ടു ടൈം സോ അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. എന്ത് ചെയ്യുന്നുണ്ട്? അമ്മനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അല്ലേ. ഓടിപ്പോയി അമ്മേൻ്റെ അടുത്തേക്ക് പോയാലോ, അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? കാരണം സ്കൂളിൽ പോകാൻ മടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അമ്മേൻ്റെ അടുത്തേക്ക് ഓടിപ്പോകണം. അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിങ്ങനെ നോക്കുന്നു. We walked along a straight line with gardens. On both sides were extensive fields with planted with crops, prickly pears, henna trees, few date plants. അപ്പം അമ്മനെ ആ ഒരു ഗ്ലാൻസ് അമ്മനെ നോക്കി ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. എവിടേക്ക് പോകുന്ന സ്ട്രീറ്റിലെത്തി. സ്ട്രീറ്റിൽ ഗാർഡൻസ്, സ്ട്രീറ്റ് മീൻസ് നമ്മളെ റോഡിൻ്റെ സൈഡിൽ ചെടികളുണ്ടാവില്ലേ, ഗാർഡൻസ് ഉണ്ട്. രണ്ട് സൈഡിലും നിറയെ എന്താണ്? ഫീൽഡിൽ ക്രോപ്സ് ഉണ്ട്, പ്രിക്ലി പിയേഴ്സ് ഉണ്ട്, ഹെന്ന ട്രീസ് ഉണ്ട്, മൈലാഞ്ചി ചെടികളുണ്ട്, പിന്നെ ഡേറ്റ് പ്ലാംസ്. ഇതൊക്കെ ഈ ഒരു ചുറ്റുപാടും കാണുന്ന ഈ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ. വൈ സ്കൂൾ? ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. അപ്പോൾ അച്ഛനെ കൈ പിടിച്ച് പോകുമ്പോൾ കുട്ടി ചോദിക്കുകയാണല്ലേ, വൈ സ്കൂൾ? എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്? ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോ യു. ഞാൻ ആരെയും ശല്യം ചെയ്യുന്നൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് സ്കൂൾ കൊണ്ടുവരുന്നത്? ഐ എം നോട്ട് പണിഷ് യു, ഹി സെഡ് ലാഫിങ്. കുട്ടീനോട് അച്ഛൻ പറയണത്, ഞാൻ നിന്നെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല സ്കൂൾ കൊണ്ടുപോകുന്നത്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. ഒരിക്കലും സ്കൂൾ ഒരു പണിഷ്മെൻ്റ് ആവില്ല. ഇറ്റ് ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ മാൻ ഔട്ട് ഓഫ് ബോയ്സ്. അതൊരു ഫാക്ടറിയാണ്. എങ്ങനെയാണ്? ഒരു നല്ല ആൾക്കാർ അല്ലേ, കുട്ടികളിൽ നിന്ന് നല്ലൊരു ആൾക്കാരെ മെനഞ്ഞെടുക്കാനുള്ള ഒരു ഫാക്ടറിയാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള മാൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഡോണ്ട് യു വാണ്ട് ടു ഹീ ലൈക്ക് യുവർ ഫാദർ ആൻഡ് ബ്രദേഴ്സ്? നീ നിൻ്റെ ബ്രദേഴ്സിനെയും ഫാദറിനെ പോലെ ഒരു വലിയൊരു നല്ല ആളാവണ്ടേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഇപ്പം ബോയ് എന്താണ്? അത്ര കൺവിൻസ് ആയില്ല. ഐ ഡിഡൻറ്റ് ബിലീവ് ദർ വാസ് എ റിയലി എനി ഗുഡ് ടു ബി ആഡ് ഇൻ ടിയറിങ് മീ away from intimacy of my home, throwing me into the building that stood at the edge of the road like some huge high-walled fortress exceeding stem and grim. കുട്ടിക്ക് എന്താണ്? ഒരു പുതിയൊരു അന്തരീക്ഷത്തിലല്ലേ, പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം ആ ഹോമിനോട് ഇൻറ്റിമസി ഉള്ളൊരു കുട്ടി പെട്ടെന്ന് എന്താണ്? ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ കാണുകയാണ്, ദ സ്കൂൾ സ്റ്റുഡ് എൻഡ് ഓഫ് ദ റോഡ് ലൈക്ക് സം ഹ്യൂജ് ഫോർട്ടസ്. ഒരു വലിയ ഹൈ വാളുള്ള ഒരു കോട്ട പോലെ ആ ബിൽഡിങ് ആ റോഡിൻ്റെ അങ്ങേ തലക്കൽ കിടക്കുന്നുണ്ട്. എക്സീഡിങ് ദ സ്റ്റം ആൻഡ് ഗ്രീം. ദ ഗ്രീം മീൻസ് അങ്ങനെ ഹ്യൂജായിട്ട്. When we arrived, the gate we could see the courtyard was crammed full of boys and girls. അപ്പോൾ ഗേറ്റിനടുത്തെത്തി. അപ്പോൾ അവിടെ തന്നെ കോർട്ട്യാർഡിൽ കാണുന്നുണ്ട് കുറേ ബോയ്സും ഗേൾസും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ. അപ്പോൾ അവിടെ എത്തിയപ്പം ഫാദർ പറഞ്ഞെന്തു അല്ലേ, പോയിക്കോളൂ. ആൻഡ് ജോയിൻ ദം, അവരോട് കൂടെ ജോയിൻ ചെയ്തോളും. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ബി ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. ഫാദർ പറയണത് കറിയെന്ന് ചെയ്യരുത്, ഒരു സ്മൈൽ വേണം മുഖത്ത്. നീ എല്ലാവരെയും മാതൃകയാവണം അല്ലേ, എക്സാമ്പിൾ ഇങ്ങനെയാവണം നല്ല കുട്ടികളെന്ന് കാണിച്ചു കൊടുക്കണം. ഐ എസ്റ്റേഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. ഫാദറിൻ്റെ കൈ വിടാൻ ഈ കുട്ടിക്ക് താല്പര്യമില്ല, പക്ഷേ എങ്ങനെയൊക്കെയോ വിട്ടതല്ല. എന്താണ്? ഫാദർ എന്താണ്? പുഷ് ചെയ്താണ് അല്ലേ. ഹി ജനറലി പുഷ് മീ ഫ്രം ഹിം. ബി എ മാൻ ഹി സെറ്റ്. അപ്പോൾ സ്കൂളിലേക്ക് പോ, ഒരു മാനായി തിരിച്ചു വരൂ. ടുഡേ യു ട്രീലി ബിഗൻ ലൈഫ്. ഇന്നാണ് നീ ഒരു ലൈഫ് തുടങ്ങുന്നത് അല്ലേ, ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്, സ്കൂൾ ജീവിതം തുടങ്ങുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. അപ്പം വൈകുന്നേരം സ്കൂൾ ടൈം വിടുന്ന സമയത്ത് ഞാൻ നിന്നെ അവിടെ വെയിറ്റ് ചെയ്യാം. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്പ് ആൻഡ് ലുക്ക് ബട്ട് സോ എനിത്തിങ്. കുറച്ച് സ്റ്റെപ്സ് നടന്ന് കുട്ടി നോക്കുകയാണല്ലേ, ഒന്നും തന്നെ കാണുന്നില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പെട്ടെന്നാണ് കുട്ടികളുടെ ഫേസൊക്കെ ഇങ്ങനെ അവരുടെ മുഖം ഇങ്ങനെ കാണുന്നത്. ഐ ഡിഡൻറ്റ് നോ സിംഗിൾ വൺ ഓഫ് ദം. ഒറ്റ കുട്ടികളെ പോലും പരിചയമില്ല. നൺ ഓഫ് ദം ന്യൂ മീ. ആരും തന്നെ അറിയുന്നില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. ഇപ്പോൾ എവിടെയോ വഴി തത്തി വന്ന ഒരു സ്ട്രേഞ്ചർ പോലെ കുട്ടിക്ക് പെട്ടെന്ന് തോന്നുന്നു. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വേർ ഡിറക്റ്റഡ് ടുവാർഡ്സ് മീ
ആൻഡ് വൺ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. അപ്പോൾ കുറേ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ടുള്ള കുറേ ഫേസ് കാണുന്ന അതിനിടയിൽ ഒരു കുട്ടി വന്ന് ഇവനോട് ചോദിക്കുന്നു, ഹു ബ്രോഡ് യു, ആരാ നിന്നെ ഇവിടെ കൊണ്ടാക്കിയത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. ഓ ദെൻ മറ്റേ ബോയ് പറയണത്, മൈ ഫാദർ ഡാഡ്, ഹി സെഡ് ക്വിറ്റ് സിംപ്ലി. ഐ ഡിഡൻറ്റ് നോ വാട്ട് ടു സേ. അറ്റ് ദാറ്റ് ടൈം ഈ ബോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ദ ഗേറ്റ് വാസ് ക്ലോസ്, ലെറ്റിംഗ് ഔട്ട് പിറ്റിബിൾ സ്ക്രീം. അപ്പം സ്കൂളിൻ്റെ ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ്, ദ പിറ്റിബിൾ സ്ക്രീറ്റ്, എന്താണ് ക്രൈയിലെ കുട്ടികളെല്ലാവരും ഉറക്കെ കരയാൻ തുടങ്ങിയാണ്. കാരണം എന്താണ്, ഫസ്റ്റ് ഡേ സ്കൂളാണ്, അച്ഛനമ്മമാരൊക്കെ എന്താ ഗേറ്റിന് വെളിയിലാക്കിയിട്ടാണ് ഗേറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോകാനൊക്കെ ഇങ്ങനെ കുട്ടികൾ ആർത്തി വിളിക്കുന്നുണ്ടാവും. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ് ഇൻ ടു ടിയേഴ്സ്. ദ ബെൽ റാങ്. അറ്റ് ദ ടൈം ദ ബെൽ റാങ്. എ ലേഡി കം അലോങ്. ടൈമിൽ ലേഡി വരുന്നു, ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. കുറേ മെന്നുണ്ട്. ദ മെൻ എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയായിരിക്കാം. ദ മെൻ ബിഗെയിൻ സോർട്ടിങ് അസ് ടു റാങ്ക്സ്. അപ്പം മെൻ എന്ത് ചെയ്തു, ഇങ്ങനെ റാങ്ക്സ് മീൻസ് ഇവിടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ലൈനാക്കി ഇങ്ങനെ കുട്ടികളെ നിർത്താണ്. വി വർ ഫോം ഇൻട്രിക്കേറ്റ് പാറ്റേൺ. ഇൻട്രിക്കേറ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആണ്. ഇവിടെ കോംപ്ലക്സ് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയായിരിക്കും, നമ്മൾ അസംബ്ലിയിലൊക്കെ ലൈൻ നിർത്തുന്ന പോലെ നിർത്തുന്നു. The great courtyard surrounded the three sides by high buildings of several floors. Each floor we were overlooked by a long balcony roofed in the wood. ഒരു കോർട്ട്യാർഡിൻ്റെ അപ്പിയറൻസ് ആണ് പറയുന്നത്. വലിയ വാളുള്ള ഹൈ ബിൽഡിംഗ് ആണ്. ഈച്ച് ഫ്ലോർ വർ ഓവർലുക്ക്ഡ് ബൈ എ ലോങ് ബാൽക്കണി ഉണ്ട്. വുഡ് കൊണ്ടുള്ള വലിയ ബാൽക്കണി ഉള്ള ഒരു വലിയ ഫ്ലോർ തന്നെയാണ്, ഹൈ ബിൽഡിംഗ് ആണ് തൻ്റെ സ്കൂള്. ദിസ് ഈസ് യുവർ നോ ഹോം സെഡ് ദ വുമൻ. പാലയാടി വന്ന് പറഞ്ഞത്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ നിങ്ങൾ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇല്ലേ, അവരേക്കും ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിങ്ങളെ അമ്മമാരും അച്ഛന്മാരുമാണ്. ഹിയർ ദർ ഈസ് എവറിങ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ നോളജ് ആൻഡ് റിലീജിയൻ. നിങ്ങൾക്കിവിടെ എന്താണ്, എല്ലാം എൻജോയബിളാണ്, നിങ്ങൾക്ക് കുറേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള നോളജും ഒക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് റിലീജിയൻ. ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. നിങ്ങൾ കണ്ണുനീരൊക്കെ തുടയ്ക്കൂ അല്ലേ, ഫേസൊക്കെ എന്താണ് സന്തോഷത്തോടെ ആക്കൂ. We submitted the facts and this submission brought a sort of contentment. അപ്പോൾ എല്ലാവരും എന്താണ് ഇതൊക്കെ മനസ്സിലാക്കി സബ്മിറ്റ് അല്ലേ, ഏകദേശം കരച്ചിലൊക്കെ നിർത്തി ഇങ്ങനെ റെഡി ആയി വരികയാണ്, ഒരു ഹാപ്പി മൂഡിലേക്ക് വരികയാണ്. ലിവിങ് ബീങ്സ് were drawn other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be loved with, so that it seemed my misgiving had no basis. അപ്പോൾ ഒരു ഫസ്റ്റ് ഡേ ഉള്ള സ്കൂളിൽ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി പറയുന്നത് ഈ ഫസ്റ്റ് ഡേ അല്ല പറയുന്നത്, കുറച്ച് നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ഹാഫ് എ ഡേ എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറിയിലൂടെ ഒരാളുടെ ലൈഫ് മൊത്തം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോർണിംഗ് സെക്ഷനിൽ കുട്ടി സ്കൂളിലെത്തുന്നു, ഇതുവരെയുള്ള കാര്യം സ്കൂൾ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു കാര്യം വരെ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിലെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിനെ പറയാം. ഈ നെക്സ്റ്റ് ഈ വി സബ്മിറ്റഡ് എന്നുള്ള ഒരു പാരഗ്രാഫിൽ മുതൽ സ്കൂളിലെ കാര്യമാണ് പറയുമെങ്കിലും ഇവിടെ എന്താണ് റൈറ്റർ ഇന്നർ മീനിങ് വെച്ചാണ്. ഇത് ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞു ഒരു അഡൽട്ട്ഹുഡ് അല്ലേ, ഒരു അഡൽട്ട്ഹുഡിലേക്ക് എത്തിയ ആളുകളുടെ പെരുമാറ്റത്താണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സ്കൂൾ ലൈഫ് വെരി എൻജോയബിൾ ആണ്. ലവിങ് ബീങ്സ് വർ ഡ്രോൺ ടു ദ ലവർ ബീങ്സ് ആൻഡ് ഫ്രം ദിസ് മൊമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ്. കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ബോയ്സ് എർവേഴ്സ് ടു മൈ ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും എല്ലാവരും തന്നെ എന്താണ് മിങ്കിൾഡ് ആയിട്ട് അവിടെ പഠിച്ചു ആൻഡ് നോളജ് ഗെയിവ് ചെയ്തു. അറ്റ് ദ സെയിംസ് മൈ മിസ് ഗിവിങ് ഹാഡ് നോ ബേസിസ്. അപ്പോൾ ഇവിടെ ദെൻ ഗേൾ ആൻഡ് ബോയ് എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും ഒരേപോലെ തന്നെ എന്ത് ചെയ്തു, എൻജോയ് ചെയ്തു. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദ റിച്ച് വെറൈറ്റി. ഒരിക്കൽ പോലും ഈ സ്കൂൾ ഇത്രയും റിച്ച് വെറൈറ്റി എന്ന് നമുക്ക് ഫസ്റ്റ് വിചാരിക്കാനേ പറ്റില്ലായിരുന്നു. വി പ്ലേഡ് ഹോൾ സോർട്ട് ഓഫ് ഡിഫറെൻറ്റ് ഗെയിംസ്. ഇങ്ങനെ പല ഗെയിംസും ഞങ്ങളവിടെ കളിച്ചു. സ്വിങ്സ്, വോൾട്ടിംഗ് ഹൗസസ്, ബാൾ ഗെയിംസ്, ഇതൊക്കെ സ്കൂൾ കളിക്കുന്ന കളികൾ അല്ലേ. ഇവിടെ സ്കൂൾ എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇവർ വലുതായി നിന്നൊന്നും ഒരിക്കലും മെൻഷൻ ചെയ്യുന്നില്ല. സ്കൂൾ ലൈഫാണ് ഇവിടെ സ്കൂളിലെ ആ ഒരു കാര്യം തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ദ മ്യൂസിക് റൂം വി ചേഞ്ച് അവർ ഫസ്റ്റ് സോങ്. അപ്പോൾ ഇവർ മ്യൂസിക് റൂമിൽ പുതിയ സോങ്സ് ഇടുന്നുണ്ട്. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ദ ലാംഗ്വേജ് അല്ലേ, അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. ദ ഗ്ലോബ് ഓഫ് ദ എർത്ത് വിച്ച് റിവോൾവ് ആൻഡ് ഷോ ദ വേരിയസ് കോണ്ടിനെൻറ്റ് കൺട്രീസ്. ഗ്ലോബിലൂടെ പുതിയ കൺട്രീസും കോണ്ടിനെൻറ്റ്സൊക്കെ പഠിക്കുന്നു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ് ലേൺ ചെയ്യാൻ പഠിക്കുന്നു. ദ സ്റ്റോറി ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് വാസ് റീഡ് ടു അസ്. ദ ഗോഡ് അല്ലേ,
ഗോഡിൻ്റെ കഥകൾ ഞങ്ങൾ കേൾക്കുന്നു. വി വർ ടോൾഡ് ഹിസ് പ്രസൻറ്റ് വേൾഡ് ആൻഡ് ഓഫ് ഹിസ് ഹിയർ ആഫ്റ്റർ. അതേപോലെ ഈ ഒരു ലൈഫിനെ കുറിച്ചും നമ്മുടെ ആഫ്റ്റർ ഡെത്ത് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. വി ഹേർഡ് എക്സാമ്പിൾ ഓഫ് വാട്ട് ഹി സെഡ്. വി ഈറ്റ് ഡിലീഷ്യസ് ഫുഡ്സ്. പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പല പല ഫുഡ്സ് ഉണ്ടാകും. ദെൻ ക്യാൻറ്റീനിലും അങ്ങനത്തെ സംഘം ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ നിന്നൊക്കെ ഡെലീഷ്യസ് ഫുഡ് കഴിക്കുന്നു. എന്നിട്ടൊക്കെ ലിറ്റിൽ നാപ്പ്. ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു നാപ്പ്, എന്താണ്, ഒരു ഉച്ചമയക്കം. ഇവിടെ നിങ്ങൾ മിക്സ്ഡ് ആയി പോകരുത്, കാരണം സ്കൂൾ ലൈഫ് തന്നെയാണ്. ഈ ഒരു സെറ്റിൽ എന്ന് പറയുന്നത് എന്താണ്, സ്കൂൾ തന്നെയാണ്. ഇപ്പോൾ ഈ പ്ലേസ് ഒന്നും മാറിയിട്ടില്ല. സെറ്റിൽ അവിടെയുള്ള പ്ലേസ് എന്ന് പറയുന്നത് സ്കൂളാണ്. സ്കൂളിലെ കാര്യം തന്നെയാണ് പോയിട്ട് എഴുതുന്നത്. പക്ഷേ അതിലൂടെ പോയിട്ട് കാണിക്കുന്നത് എന്താണ്, കുട്ടികളെ കുറിച്ച് വളർന്ന് വലുതായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു അഡൽഹുഡിൻ്റെ മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന, ഒരിക്കലും നമ്മൾ കോളേജിൽ ആ ഒരു ലൈഫിൽ ഉച്ചയ്ക്കൊന്നും ഉറക്കമല്ലേ. പക്ഷേ ഇവിടെ സ്കൂളത്താണ് കാണിക്കുന്നതെങ്കിൽ പോലും അത് നോക്കണം. എങ്ങനെയാണ് അഡൽഹുഡിലെത്തിയ ഒരു മാനിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് വർക്ക് അപ്പ് ടു ഗോ വിത്ത് ഫ്രണ്ട്ഷിപ്പ്, ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പും ലവും പ്ലേയും ലേണിങ്ങും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിച്ച് വെറൈറ്റിയാണ് സ്കൂളെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാകുന്നു. As our path revealed itself to us, however, we did not find it totally sweet and uncluttered as we had perceived. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഇതുവരെയും നല്ല സന്തോഷത്തോടുള്ള ജീവിതമായിരുന്നു. ഹവർ വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ടോട്ടലി സ്വീറ്റ്. ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് സ്വീറ്റ് അല്ല, ബട്ട് അൺക്ലൗഡഡ്. കുറച്ചൊക്കെ എന്താണ്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വി ഹാഡ് പെർസ്യൂം, ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഡസ് ലഡൻ വിൻസ്, അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ് came about suddenly, so we had be watchful, at the ready and the very patient. പലപ്പോഴും എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് വരും. വി ഹാഡ് ബി വാച്ച്ഫുൾ, എപ്പോഴും നമ്മൾ എന്തെങ്കിലും കർമ്മനിരതരായിരിക്കണം, റെഡി ആയിരിക്കണം, പേഷ്യൻ്റ് ആയിരിക്കണം. പെട്ടെന്ന് ദേഷ്യം വിടാനൊക്കെ പാടില്ല. ക്ഷമയോടെ പേഷ്യൻ്റോടെ എന്ത് ചെയ്യും, കാര്യങ്ങൾ മുൻകൂട്ടി നീക്കേണ്ടി വരും. നമ്മൾ എടുത്തുചാട്ടമൊന്നും കാണിക്കാൻ പാടില്ല. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം അഡൽഹുഡ് അല്ലേ, അഡൽഹുഡ് കഴിഞ്ഞു ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒരാളുടെ, ഒരു മാൻ ആണെങ്കിലും വുമൻ ആണെങ്കിലും എന്താണ്, ലൈഫിനെ ഒരു സീരിയസ് ആയി കാണുന്ന ഒരാളുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സ്കൂളിലെ കുറച്ച് പാഠങ്ങളൊക്കെ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുകയാണ്, ടീച്ചേഴ്സിനോട് ചീത്ത കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ലൈഫിൽ കുറച്ച് ഈ സ്കൂൾ ലൈഫ് അത്രയും സ്വീറ്റല്ല എന്ന് പറയുന്നതിലൂടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരു ജീവിതത്തിലേക്ക് അല്ലേ, മാരേജ് ചെയ്ത ഒരാളുടെ മെൻറ്റാലിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് എറൗണ്ട്. അപ്പം ഇനി കളിക്കലും അതേപോലെ തന്നെ എന്താണ്, കളിയേക്കലും ഒക്കെ സ്കൂൾ ലൈഫിലെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ സീരിയസ് ആണ്. ദ റിവാരീസ് കുഡ് ബ്രിങ് അബൌട്ട് ദ പെയിൻ. ചിലപ്പം നമ്മുടെ ഒപ്പോസിലെ എതിരാളികളുണ്ടാകും. ദർ ഗീവ് പെയിൻ ആൻഡ് ഹേറ്റഡ് ഓർ ഗീവ് റൈസ് ഓഫ് ഫൈറ്റിംഗ്. ചിലപ്പോൾ നമുക്കിഷ്ടമില്ലാത്തതിനോട് പൊരുതേണ്ടി വരും, അവരോട് ചിലപ്പോൾ അടി ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ പല വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആൻഡ് വൈ ദ ലേഡി വുഡ് സംടൈംസ് സ്മൈൽ. ഈ ലേഡി എന്ന് ഉദ്ദേശിക്കുന്ന ടീച്ചർ. ഈ ടീച്ചർ ചിലപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചിരിക്കും, ചിലപ്പം ദേഷ്യപ്പെടില്ല. ടീച്ചേഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്തില്ലെങ്കിൽ നല്ല അടിയൊക്കെ കൊടുക്കും. അതായിരിക്കും ഇവിടെ പറയുന്നത് എന്ത്, ഫൈറ്റിംഗ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം റിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളോട് നമ്മൾ നേരിടേണ്ടി വരും. ഷി വുഡ് ഓഫ്റ്റൻ സ്ക്വാൾ ആൻഡ് സ്കോൾഡ്. ഈ ലേഡി, ദാറ്റ് ഈസ് ടീച്ചർ, ഞങ്ങൾ സ്ക്വാഡ് ദേഷ്യപ്പെടുകയും അതേപോലെ സ്ക്വാഡ് വഴക്ക് പറയുകയൊക്കെ ചെയ്യും. എവൻ മോർ ഫ്രീക്വൻലി ഷി വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അതുമാത്രമല്ല ഞങ്ങൾക്ക് എന്താണ്, ഫിസിക്കൽ പണിഷ്മെൻറ്റ് അല്ലേ, ചിലപ്പോൾ നല്ല അടിയൊക്കെ വെച്ച് തരികയും ചെയ്യും. അങ്ങനെയുള്ളൊരു ലേഡിയാണ് ഞങ്ങളുടെ ടീച്ചർ. അപ്പോൾ ഇതുവരെ സ്കൂളിൽ പോയൊരു കുട്ടി, പിന്നെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു, ദാറ്റ് ഈസ് ദ ചൈൽഡ്ഹുഡ് ഫേസ്. ദെൻ സ്കൂളിൽ എല്ലാവരെയും മിങ്കിളായില്ലേ, എല്ലാവരെയും ഒരേപോലെയൊക്കെ കണ്ടു, ദാറ്റ് ഈസ് എന്താണ്, അഡൽഹുഡ്. ദെൻ ജീവിതത്തിൽ സ്കൂൾ ലൈഫിൽ കുറച്ച് സ്വീറ്റല്ല ബിറ്ററായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. ടീച്ചേഴ്സ് ദേഷ്യപ്പെടുന്നുണ്ട്, ഈ ലേഡി ഞങ്ങളെ വഴക്ക് പറയുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കേണ്ടി വരുന്നുണ്ട്. അതെന്താണ്, ഒരു മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ അല്ലെ, ഒരു പക്വത എത്തിയൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് അതിലൂടെ കാണിക്കുന്നത്. ദ നെക്സ്റ്റ്, in addition, the time for changing one's mind was over and gone. There was no question for every returning to the paradise of home. In addition, the time for changing one's mind was over and gone. ഇനിയും പറയുകയാണെങ്കിൽ ഒരാളുടെ മൈൻഡിലെ ദാറ്റ്സ് ഓവർ ആൻഡ് ഗോൺ. ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഫോർ ഓവർ റിട്ടേണിങ് ദ പാരഡൈസ് ഓഫ് ഹോം.
ഒരിക്കൽ പോലും ഈ സ്കൂൾ ലൈഫിൽ നിന്ന് കുട്ടിക്ക് ഇത്രയൊക്കെ കേട്ടിട്ട് എന്താണ് മടുപ്പ് വന്നു. ടീച്ചർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസം ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടാവുന്ന മടുപ്പ് വന്നു. ഈ ഒരു സ്കൂൾ ലൈഫിൽ നിന്ന് നമ്മുടെ സ്വർഗമായിട്ടുള്ള വീട്ടിലേക്ക് പോകണം എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ഇതെന്താണ് പോസിബിൾ അല്ല അല്ലേ, അത് പോസിബിൾ അല്ല. നത്തിങ് ലേ എഹെഡ് ഓഫ് അസ്. എല്ലാവരുടെയും തലയിൽ എന്താണ് എക്സേഷൻ, ബട്ട് എക്സേഷൻ പറഞ്ഞാൽ എന്താണ് മെൻ്റൽ ലേബർ, ഹാർഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർക്കാണ്, കുറേ വർക്കുണ്ട്, സ്ട്രഗിൾ ആൻഡ് ദ നിരന്തര പ്രയത്നമാണ് എന്ത് പെർസെവറൻസ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ സ്കൂൾ ലൈഫ് കുറച്ച് കട്ടി വരികയാണ്, ലാബറാണ്, സ്ട്രഗിളാണ്, ദെൻ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പം നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അത്രയും ഹാർഡ് വർക്ക്, കണ്ടിന്യൂസ് ഹാർഡ് വർക്കാണ്. നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് വേണം. ദാറ്റ്സ് ഫോർ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ദാറ്റ് പ്രസൻറ്റഡ് ദംസെൽവ് എമിഡ് ദ വറീസ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളുടെ ഇടയിലും ഈ ഒരു സ്ട്രഗിളും എക്സേഷനും പെർസെവറൻസൊക്കെ വേണം. എന്നാൽ മാത്രമേ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആകൂ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് ഇവിടെ ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ സ്കൂളിൽ അത്രയും കഠിനമായ പ്രവർത്തനം ഞങ്ങൾ കൊണ്ട് ചെയ്യിക്കുന്നത്. ദോസ് ഹു ആർ ഏബിൾ ടു ടോക്ക് അഡ്വാൻറ്റേജസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സക്സസ്. ഇങ്ങനെ എടുക്കുന്നവർ മാത്രമേ എന്ത് ചെയ്യും, സക്സസ് എന്നുള്ളൊരു അവസരം അല്ലേ, വിജയിക്കാനുള്ളൊരു അവസരം കിട്ടും. ഹാപ്പിനെസ് ദാറ്റ് പ്രസൻറ്റഡ് ദംസെൽവ് എമിഡ് ദ വറീസ്. എല്ലാ ദുഃഖങ്ങളുടെ ഇടയിൽ നിന്നും ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പറഞ്ഞില്ലേ, ഒരു മാരീഡൊക്കെ ചെയ്ത സ്ത്രീയാണെങ്കിൽ സ്ത്രീനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡൽഹുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്കൊക്കെ പോകുന്ന ഒരാളുടെ അല്ലേ ജോലി കിട്ടാത്തൊരവസ്ഥ. ഇപ്പം നമ്മുടെ ഇത്രയും മൈൻഡിൽ ഇത്രയും സ്ട്രഗിളും പെർസെവറൻസസും അത്രയും നിരന്തരം പ്രവർത്തനങ്ങളും മാത്രമേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ജോലി കിട്ടും. അതുവരെ നമ്മുടെ മനസ്സിൽ പല ദുഃഖങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ ഏകദേശം മനസ്സൊക്കെ ശാന്തമാകും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെന്ന് പറയാമല്ലോ. അപ്പോൾ ആ ഒരു ലൈഫിലെ സിറ്റുവേഷനാണ് ഈ സ്കൂൾ ലൈഫിലൂടെ റൈറ്റർ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ദ ബെൽ റങ്. അപ്പം ഉച്ചയായി, രാവിലെയായി, ചൈൽഡ്ഹുഡ് കഴിഞ്ഞു അല്ലേ. രാവിലെ എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു. ദെൻ ഒരു ന്യൂണാകുമ്പോഴത്തേക്ക് എന്താണ് അഡൽഹുഡിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ ഒരു സെക്ഷനിൽ ഒരു മാൻഹുഡ് അല്ലേ, ഒരു പക്വത എത്തിയൊരു മാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്താണ് 4 മണിയാകുമ്പോൾ നമ്മളെ ടൈം ആകുമ്പോൾ 4 മണിയിലെ ബെല്ല് റാങ്ങയാണ്. അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ദിവസം സ്കൂളിൽ ഈ ദിവസം അവിടെ കഴിഞ്ഞു. ആൻഡ് ദ എൻഡ് ഓഫ് ദ വർക്കെല്ലാം ഇവിടെ നിർത്താം. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവാർഡ്സ് എ ഗേറ്റ്. ബെല്ലടി കേൾക്കുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാവരും കൂടെ ഓടി ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടും അല്ലേ. വിച്ച് വാസ് ഓപ്പൺ എഗെയിൻ. ആ ഗേറ്റ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. ഓപ്പൺ ചെയ്ത് എന്തിനാ, സ്കൂളിലെ കുട്ടികൾ പുറത്തേക്ക് പോകണ്ടേ. വിച്ച് ഓപ്പൺ എഗെയിൻ. ഐ ബീഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ് ത്രൂ ദ ഗേറ്റ്. ആൻഡ് ഫ്രണ്ട്സിനോടും സ്വീറ്റ് ഹാർട്ട്സിനോടൊക്കെ ബൈ പറഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പിയർ അറൗണ്ട് ബട്ട് ഫോർ നോട്ട് ട്രേസ് വിത്ത് ഫാദർ. അപ്പോൾ ഫാദർ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ, പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, ഫാദറിൻ്റെ ഒരു പൊടി പോലും അവിടെ ഇല്ല. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദർ. ഫാദർ പറഞ്ഞു ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന, പക്ഷേ ഫാദറിനെ അവിടെ കാണാനേ ഇല്ല. ഐ സ്റ്റെപ്പ് എസൈഡ് ടു വെയിറ്റ്. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. വെൽ ഹാഡ് വെയിറ്റ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് എ വെയിൽ. അല്ലേ, വെറുതെയാണ് ഇനി നിൽക്കുന്നത്. എന്താണ് വെയിൽ, എന്താണ് വെറുതെയാണ്, ഇനി നിന്നിട്ട് കാര്യമില്ല. ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. അപ്പം ഈ കുട്ടി എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ് എ മിഡിൽ ഏജ് മാൻ പാസ് ബൈ. അപ്പോൾ കുറച്ചിങ്ങനെ നടന്നപ്പോൾ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ അടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കുട്ടി ഓർക്കാണ്, ഇവരെ എനിക്ക് അറിയാലോ. ഹി കെയിം ടുവാർഡ്സ് മീ സ്മൈലിങ്. അപ്പം അദ്ദേഹം ഇവൻ്റെ നേരെ വരുന്നു, സ്മൈൽ ചെയ്യുന്നു. ഷുക്ക് മൈ ഹാൻഡ് സെയിം. അപ്പോൾ കൈ ഷേക്കിൻ്റെ കൊടുത്തിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു. കുറേ കാലമല്ലേ നമ്മൾ കണ്ടിട്ട്, ഹൗ ആർ യു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈവനിങ് ടൈമായി. അപ്പോൾ ഒരു മാൻഹുഡ് അല്ലേ, പക്കത്തെത്തിയ ആ മാനിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എവിടെ എത്തി, കുട്ടി എവിടെയാണ് എത്തുന്നത്, ഈ കുട്ടി ഇപ്പം ഒരു ഗ്രാൻഡ് ഫാദർ, അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാനായി മാറുന്നു. അപ്പം അത് സെയിം ഏജുള്ള ഒരാളാണ് കൈ തന്നിട്ട് ഇവരോട് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ എന്ന് ചോദിക്കുന്നത്. വിത്ത് എ നോഡ് ഓഫ് മൈ ഹാഡ് ഐ എഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ടേൺ ആസ് ആൻഡ് യു ഹൗ ആർ യു. അപ്പോൾ തലകുലുക്കി പറയാനല്ലേ, നിങ്ങൾക്ക് സുഖമാണോ.
As you can see, not all that good, the Almighty be praised. Again, he shook me by the hand. He went off. അങ്ങനെ ഷേക്കിന് തന്ന ആൾ പോയി. ഐ പ്രൊസീഡ് ഫ്യൂ സ്റ്റെപ്സ്. ഈ ബോയ് എന്ന് ഇനി പറയാൻ പറ്റുന്ന അറിയില്ല. ഈ സ്കൂൾ ലൈഫ് കാണിക്കുന്നതിനേക്കാൾ ബോയ് എന്ന് തന്നെ പറയില്ലേ. ഈ ബോയ് എന്ത് ചെയ്യാണ്, കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ മുമ്പോട്ട് വെച്ച് നടന്ന് പോവാണ്. ദെൻ കെയിം ടു സ്റ്റാർട്ട് ഹാൾട്ട്. ഗുഡ് ലോഡ്, വെർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അപ്പോൾ നേരത്തെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴി നോക്കുകയാണ്. നേരത്തെ പോകുമ്പോൾ കുറേ ഗാർഡൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇവിടെ പോയി. വെർ വാസ് ദ സ്ട്രീറ്റ് ലൈറ്റ് വിത്ത് ഗാർഡൻസ്, വെർ ഹാഡ് ഇറ്റ് ഡിസിപ്പേർ ടു, എവിടേക്ക് മാഞ്ഞു പോയി. അപ്പം നമുക്കിവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ കുട്ടി ഗ്രാൻഡ് ഫാദർ മീൻസ് അത്രയും ഏജ് ആയിട്ടുള്ള ഒരാളായില്ലേ, മിഡിൽ ഏജ്ഡ് മാൻ ആകുമ്പം അത്രയും കാലം ഇയേഴ്സ് അവിടെ പാസ് ചെയ്ത് പോയി. അത്രയും ഇയേഴ്സ് കൊണ്ട് അവിടെ ഉണ്ടായി മാറ്റങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മാനിൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ആ ഗാർഡൻസും ഒന്നും ഇപ്പം കാണാൻ പറ്റുന്നില്ല. അതാണ് ഇതെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. വെർ ഹാഡ് ഇറ്റ് ഡിസിപ്പേർഡ് ടു, വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്, ഇവിടെയുള്ള വെഹിക്കിൾസൊക്കെ ആര് കൊണ്ടുപോയി. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർസ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു റെസ്റ്റ് അപ്പോൺ ഹിസ് സർഫേസ്, ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് ടു കം ടു കവർ ഇറ്റ് സൈഡ്. ഇവിടെ കുറേ എന്താണ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമുള്ള കുറേ മുഖങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു, ആരും ഇപ്പം കാണാൻ തന്നെ ഇല്ല. ഇവിടെ ഹിൽസ് ഉണ്ടായിരുന്നു അല്ലേ, കുറേ ആ സൈഡിലൊക്കെ കുറേ ഹിൽസ് കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇവിടെ മിസ്സിങ് ആയി. വേർ ദ ഫീൽഡ് ടു ബി ബോർഡർഡ് ഇറ്റ്, ഇവിടെയുള്ള ഫീൽഡൊക്കെ എവിടേക്ക് ബോർഡർ ചെയ്ത് പോയി. ഹൈ ബിൽഡിംഗ് ഹാഡ് ടേക്കൺ ഓവർ, ഇവിടെയൊക്കെ ആ ഫീൽഡ്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്താണ് വലിയ വലിയ ബിൽഡിങ്സ് വന്നു. സ്ട്രീറ്റ് സാജഡ് വിത്ത് ചിൽഡ്രൻസ്, സ്ട്രീറ്റ് മൊത്തം കുട്ടികളുണ്ട്. ഡിസ്റ്റർബിങ് നോയ്സസ് ഷൂക്ക് ദ എയർ, അവർ കളിച്ചുകൊണ്ട് എയറിലിങ്ങനെ നോയ്സസ് ഉണ്ടാക്കുന്ന അത്രയും നോയ്സ് പൊല്യൂഷൻ തന്നെ വേണമെങ്കിൽ പറയാം. At various points stood conjurers, showing off their tricks and making snakes appear from the basket. At that time, ഒരു സൈഡിൽ നിന്ന് കഞ്ചേഴ്സ് മീൻസ് എന്താണ്, മെജിഷ്യൻ അദ്ദേഹത്തിൻ്റെ ട്രിക്സ് കാണിക്കുകയാണ്. ഒരു ബാസ്ക്കറ്റിൽ സ്നേക്സൊക്കെ ഉണ്ട്, സ്നേക്സിനെ വെച്ചിട്ട് റോഡ് സൈഡിൽ എന്താണ് മജിഷ്യൻ ഇങ്ങനെ പാമ്പാട്ടി നയിക്കും ചിലപ്പോൾ അല്ലേ, അവിടെ ഇങ്ങനെ ഇതിങ്ങനെ കാണിക്കുകയാണ്. ദെൻ ദർ വാസ് എ ബാൻഡ്, ഒരു ബാൻഡ് എന്താണ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് സർക്കസ്, ഒരു സർക്കസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് അവിടെ വരുന്നു. ദ ക്ലൗൺസ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്, അതിൻ്റെ ക്ലൗൺസും വെയ്റ്റ് ലിഫ്റ്റേഴ്സൊക്കെ ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുന്നു. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രോപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ, അവിടെ കുറേ എന്താണ് സെക്യൂരിറ്റീസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ദ സൈറൺ ഓഫ് എ ഫയർ എൻജിൻ ഷ്രീക്ക്. അറ്റ് ദാറ്റ് ടൈം ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അവിടെയുള്ള ട്രാഫിക് ആയിരിക്കും പറയുന്നത്, ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡ് കൂടെ കാണുന്ന കാഴ്ചകളാണ്. കുറേ ഫയർ എഞ്ചിൻ്റെ സൈറന് കേൾക്കുന്നു. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ലൈവ് ഇറ്റ് വാസ് ടു റീച്ച് ദ ബ്ലെസ്സിങ് ഫയർ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്, ഇത് ഇങ്ങനെ പോയാൽ ആ ബ്ലെസ്സിങ് ഫയർ അത്രയും തീ കത്തുന്നിടത്തേക്കാണല്ലോ ഫയർ എഞ്ചിൻ പോകുന്നത്, അവിടേക്ക് എത്തിച്ചേരാൻ ഈ വണ്ടിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം ഓർത്തു. കാരണം അത്രയും എന്താണ് നോയ്സ് ആൻഡ് ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയാണ്, അതിലൂടെ ഒരു സ്പേസ് ഉണ്ടാകുമെന്ന് തോന്നില്ല. A battle rage between a taxi driver and his passengers. അപ്പോൾ പോകുമ്പോൾ പിന്നെ കാണുന്നത് ഒരു ടാക്സി ഡ്രൈവറും പാസഞ്ചേഴ്സും തമ്മിലുള്ള എന്താണ് ബാറ്റിലാണ്. അവർ ചിലപ്പം എന്തോ പൈസ കൂടുതലാണെന്നോ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു അടിപിടിയായിരിക്കാം. ബൈ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോട്ട് വൺ ആൻസേർഡ്. ആ ടൈമിൽ പാസഞ്ചേഴ്സിൻ്റെ വൈഫ് എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കുന്നത്, പക്ഷേ ആരും തന്നെ ഒന്ന് മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ ഡേറ്റ്, മൈ ഹെഡ് സ്പൺ. അദ്ദേഹം പറയുന്നത് എൻ്റെ ഹെഡിൽ തല കറങ്ങുന്നു, എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. I almost went crazy. I would all this have happened in half a day. ഈ ഒരു ഹാഫ് എ ഡേയിൽ ഇതൊക്കെ സംഭവിച്ചോ? ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. ഐ വുഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. എന്തായാലും വീട്ടിലെത്തിയിട്ട് ഫാദറിനോട് ചോദിക്കാം. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷേ അവിടെ എത്തി നടന്ന് പോകുമ്പോൾ ഹോം കാണുന്നില്ല. ഐ കുഡ് സീ ഓൺലി ദ ടാൾ ബിൽഡിങ്സ് ആൻഡ് ഹോട്ട്സ് ഓഫ് പീപ്പിൾ. കുറേ ബിൽഡിങ്സും ജനങ്ങളുടെ കൂട്ടം മാത്രമേ കാണുന്നുള്ളൂ. ഈ റൈറ്റർക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്താണ് എവിടെയാണ് ഹോമും തന്നെ കാണുന്നില്ല. I hastened to on the crossroads between the gardens and Abukoda. Abukoda is a place. അപ്പോൾ ആ ഒരു ക്രോസ് റോഡ് ഗാർഡൻസും അബുക്കോദ അവിടെയൊക്കെ ക്രോസ് കൂടിയായിരുന്നു പോകുന്നത്. പക്ഷേ ഐ ഹാഡ് ടു ക്രോസ് അബുക്കോദ ടു റീച്ച് മൈ ഹൗസ്. അത് ക്രോസ് ചെയ്ത് വീട്ടിലെത്താം. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ ഇപ്പം ആ ഒരു സ്ട്രീറ്റിൽ എന്താണ് ഒരു പ്ലേസിൽ ഫുള്ള് കാറാണുള്ളത്. എനിക്ക് അവിടേക്ക് പോകാനേ കഴിയുന്നില്ല.
The fire engine siren was shrieking full pitch is motivated a still please. അപ്പോൾ ഫയർ എഞ്ചിൻ അവിടെ ഫുൾ സൈറൻ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മുമ്പോട്ട് പോകുന്നില്ല. സ്റ്റേൻ സ്പേസിലെ അവിടെ ഒരു ഒച്ചിനിടയെ മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. അതിലൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ പോവാണ്. ആൻഡ് ഐ സേ ടു മൈസെൽഫ് ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂം. ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ് പ്ലഷർ വാട്ട് ഇൻ കൺസ്യൂംസ്. ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ അല്ലേ, ഫയർ അതിന് വേണ്ടതെല്ലാം കൺസ്യൂം ചെയ്തോട്ടെ എന്ന് പറയുന്നത്. കാരണം ഈ ഫയർ എഞ്ചിൻ അടുത്തെത്തുമ്പോഴത്തേക്ക് ഓൾറെഡി എല്ലാം കത്തി നശിച്ചു പോയിട്ടുണ്ടാകും. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, ആ സൗണ്ടേ ഇറിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇറിറ്റേറ്റഡ് ആയി തോന്നുവാണ്. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് നോട്ട് ബി ഏബിൾ ടു ക്രോസ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഞാൻ അത്ഭുതപ്പെടുകയാണെന്ത്, ഞാനിങ്ങനെ ഈ ഒരു സിറ്റി അവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്യും. അവിടെ വീടുണ്ടെന്ന് വിചാരിച്ച ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടേക്ക് ക്രോസ് ചെയ്യാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ റൈറ്റർ ഹ്യൂമൻ ലൈഫ്, ഹാഫ് എ ഡേ കൂടെ ഹ്യൂമൻ ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. മോർണിംഗിൽ കൂടെ ഒരു ചൈൽഡ്ഹുഡിൻ്റെ അല്ലേ, കുട്ടി സ്കൂളിലെത്തുക എന്നുള്ള ഹാഫ് എ ഡേ കൂടെ സ്കൂൾ ലൈഫ് ആൻഡ് വൺ ഹ്യൂമൻ ലൈഫ് എൻ്റെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ മോർണിംഗിൽ സ്കൂളിലെത്തിയ കുട്ടി എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് ബോയ് ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ സ്കൂളിലെല്ലാവരെയും മിങ്കിൾ ചെയ്തു, എല്ലാവരും ഫ്രണ്ട്സൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു അഡൽട്ട്ഹുഡ് കാണിക്കുന്നു. ദെൻ ഒരു ന്യൂണൊക്കെ ആകുമ്പോൾ അല്ലേ കുറച്ചുകൂടെ മാൻഹുഡിലെ പക്കത്തെത്തിയൊരു മനുഷ്യൻ്റെ, അപ്പോൾ അതിൽ കുറേ സ്ട്രഗിൾ, ഈ പഠിക്കുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാടാണെന്നൊക്കെ കാണിക്കുന്നത്, എന്താണ് ജീവിതം കുറച്ച് കഷ്ടപ്പാടാണെന്ന് കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിൽ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ എക്സേഷൻ, സ്ട്രഗിൾ ആൻഡ് പെർസവറൻസസ്, നമ്മുടെ നിരന്തര പ്രയത്നങ്ങളൊക്കെ മാത്രമേ എന്ത് ചെയ്യും നമുക്ക് ലൈഫിൽ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ജോബ് ബേസ് ആയിട്ടുള്ളൊരു മാൻഹുഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതൊരു സ്കൂൾ ലൈഫ് വെച്ചിട്ടാണ് ഇവിടെ റൈറ്റർ കാണിക്കുന്നത്. ദെൻ സ്കൂൾ ബെൽ റാങ്ക് ചെയ്തു, ഈവനിങ് ആയി. ഈവനിങ് ആകുമ്പോഴത്തേക്ക് മിഡിൽ ഏജ്ഡ് മാൻ പാസ് ചെയ്തു പോകുന്നില്ലേ. അപ്പം തമ്മിൽ ഒരുമിച്ച് അറിയാവുന്നതാണ്. ഒരു ബോയ്ക്ക് ആ മിഡിൽ ഏജിൽ എന്നെ മേനെ അങ്ങനെ അത്രത്തോളം അറിയണം ഒന്നും ഇല്ലല്ലേ. പക്ഷേ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ഒരു സംസാരം. അപ്പം അത്രയും ഏജ് ആയിട്ടുള്ള കുട്ടി അത്രയും ഏജ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. then വീട്ടിലെ തിരിച്ചു പോകുമ്പോൾ വീട് എവിടെയാണ് എല്ലാം ഒന്നും അറിയുന്നില്ല. ഇറ്റ് ഷോസ് ദ സോഷ്യൽ ഇക്കണോമിക് എല്ലാ ചേഞ്ചസും ഇവിടെ ഒരു ഹാഫ് എ ഡേ എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറിയിലൂടെ റൈറ്റർ എഴുതി കാണിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ ഷോർട്ട് സ്റ്റോറി.